ഫ്രണ്ട്സ്, ഇന്നത്തേത് ഒരു പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർസ്കോച്ച് പുഡിംഗ് റെഡിയാക്കി എടുക്കാം. ഇതിനു വേണ്ടി 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. 250 ml 2 കപ്പ് പാല്, 1/4 കപ്പ് മിൽക്ക് മെയ്ഡ്, 3/4 കപ്പ് പഞ്ചസാര, 8 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ വാനില എസെൻസ് വേണം. 25 ഗ്രാം ബട്ടർ, 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ടും 1 ടേബിൾ സ്പൂൺ ആൽമണ്ടും എടുത്തിട്ടുണ്ട്. ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഇത് കാരമൽ ചെയ്യാനായിട്ടാണ് ഈ നട്ട്സും പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും. ഫസ്റ്റ് നട്ട്സ് ഒന്ന് കാരമൽ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഷുഗർ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നല്ല ഗോൾഡൻ കളറാക്കി എടുക്കാം. ഇപ്പോൾ കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ ഒരു അലൂമിനിയം ഫോയിലിലേക്കോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറിലേക്കോ മാറ്റണം. ഇത് സെറ്റായി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. പ്ലേറ്റിലൊക്കെ ആവുമ്പോൾ എടുക്കാൻ പാടായിരിക്കും. ഇതിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ റീമോൾഡ് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ ആയാലും മതി. അടുത്തത് ഇനി ബട്ടർസ്കോച്ച് സോസ് റെഡിയാക്കണം. എന്നിട്ട് അതിലേക്ക് പാൽ ഒഴിക്കലാണ്. അപ്പോൾ ബട്ടർസ്കോച്ച് സോസിന് വേണ്ടി ഫസ്റ്റ് ഷുഗർ ഒന്ന് കാരമൽ ചെയ്യണം. 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത്. കാരമൽ ചെയ്യുമ്പോഴെപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. പിന്നെ പുഡിങ്ങിനൊക്കെ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഷുഗറൊക്കെ മെൽറ്റായിട്ടുണ്ട്. കുറച്ച് ടൈം എടുക്കും ഇതുപോലെ മെൽറ്റായി വരാൻ. അപ്പോൾ ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളറാക്കി എടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കാരമൽ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് എടുത്തു വെച്ച പാൽ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിക്കാൻ. പാലൊഴിക്കുമ്പോൾ ഇതുപോലെ കട്ടിയായി പോവും. പക്ഷെ കുഴപ്പമില്ല, ചൂടാവുമ്പോൾ നന്നായിട്ട് മെൽറ്റായി വന്നോളും. അപ്പോൾ ഈ പാൽ ഇവിടെ ഒരു ലോ ഫ്ലെയിമിൽ മെൽറ്റ് ആവുമ്പോഴേക്കും ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ കുതിർത്ത് വെച്ച ചൈന ഗ്രാസ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുറത്ത് തന്നെ വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഇപ്പോൾ ചൈന ഗ്രാസ് ഒക്കെ മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല മെൽറ്റായി കുറച്ച് തിക്കായിട്ട് വരണം. ഇപ്പോൾ ചൈന ഗ്രാസ് ഒക്കെ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ചൈന ഗ്രാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസെൻസും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തതും കൂടി ഒഴിക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ട്രേയിലേക്ക് സെറ്റ് ആവാൻ വേണ്ടി ഒഴിച്ചു വെക്കാം. സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഏത് ബൗളിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒഴിച്ചു വെക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഇനി നേരത്തെ കാരമൽ ചെയ്യാൻ വെച്ച നട്ട്സ് ഇതിൽ നിന്ന് എടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് കിട്ടും. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ എന്തെങ്കിലും വെച്ചൊന്ന് എടുത്താലും മതി, അല്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പുഡിംഗ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണിത്. പുഡിംഗ് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിന്റെ മുകളിൽ നേരത്തെ പൊടിച്ചു വെച്ച നട്ട്സിന്റെ മിക്സ് ഇട്ട് കൊടുക്കാം.
ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നവരെ ബൈ.